അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് +2 സുവോളജി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെ ചെയ്യാം, എത്ര പെട്ടെന്ന് എക്സാമിന് വരുന്ന ടോപ്പിക്ക് മാത്രം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പഠിച്ച് പെട്ടെന്ന് ക്വിക്ക് ടൈമിൽ എന്താ പറയുക, ഒരു ചെറിയ ടൈം ലാപ്പിൽ തന്നെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഏതൊക്കെ പോർഷൻസ് ഏതൊക്കെ ചാപ്റ്ററിൽ പഠിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് +2 സുവോളജിയിലേക്ക് കയറാം. ആദ്യത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, +2 പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ ചാപ്റ്റർ വളരെ എളുപ്പമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ +2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അഡോളസൻസ്, അതിൻ്റെ റിലേറ്റഡ് ചേഞ്ചസ് ഒക്കെ നടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ വളരെയധികം ഉപകാരപ്പെടും. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പഠിക്കേണ്ടത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ചാണ്. സ്പെർമറ്റോജെനസിസ്, അവിടുത്തെ ടെസ്റ്റിസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ടെസ്റ്റിസിനകത്തുനിന്ന് എങ്ങനെ സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡക്റ്റ് സിസ്റ്റം പഠിക്കണം. ഡക്റ്റ് സിസ്റ്റം എങ്ങനെയാണ്? റൈറ്റ് ടെസ്റ്റിസ് വാസ് എഫറൻഷ്യൽ എപ്പിഡിഡൈമിസ് വാസ് ഡിഫറൻസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്, അതിനുശേഷം ഇൻസെമിനേഷൻ നടക്കും. ഓക്കെ, അതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് ആദ്യം പഠിക്കാനുള്ളത്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സ്ക്രോട്ടം സാക്കിലാണ്. അതിന്റെ പ്രത്യേകത നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കും. ആ ഒരു ടെമ്പറേച്ചറാണ് സ്പെർമറ്റോജെനസിസിന്, സ്പെർം ഫോം ചെയ്യാൻ ഫേവറബിൾ ചെയ്യുന്നത്. അപ്പം വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ക്രോട്ടം സാക്ക് എന്ന് ചോദിച്ചാൽ, സ്ക്രോട്ടം സാക്ക് ഹെൽപ്സ് ടു മെയിൻറ്റൈനിങ് ലോവർ ടെമ്പറേച്ചർ അപ് ടു 2 to 2.5 degrees Celsius ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അപ്പം നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 to 2.5 degrees Celsius ടെമ്പറേച്ചർ കുറയ്ക്കും സ്ക്രോട്ടം സാക്കിൽ. അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനി ഒരു ഇജാക്കുലേഷനിൽ എത്ര സ്പേം ഉണ്ടെന്ന് ചോദിച്ചാൽ 200 million to 300 million സ്പേം ഉണ്ടായിരിക്കും. ഇനി സ്പേമിനകത്ത് എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ്, ഒരു ടെസ്റ്റിസ് നമുക്ക് കിട്ടിയെന്ന് വെക്കുക. ആ ടെസ്റ്റിസിനെ നമുക്ക് 250 കട്ട് ചെയ്യാൻ പറ്റും. 250 കമ്പാർട്ട്മെന്റ് അതിൽ കാണും. അതിന് പറയുന്നവരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂള്. ഇനി ആ 250 കമ്പാർട്ട്മെന്റ് കണ്ടാൽ അതിനകത്ത് 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂള് കാണും. ഓക്കെ, അതിൽ ഓരോ കമ്പാർട്ട്മെന്റിലും. അപ്പോൾ അതിനകത്തു നിന്നാണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 2 ടൈപ്പ് സെൽസ് ഉണ്ട്, മെയിൽ ജേം സെൽസും സെർട്ടോളി സെൽസും. മെയിൽ ജേം സെൽസിന്റെ ഫംഗ്ഷൻ ആണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുക എന്നത്. സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ മെയിൽ ജെംസിനെ നറിഷ് ചെയ്യുക എന്നതാണ്. എന്നിട്ട് ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് അതിന്റെ പാർട്സ് പഠിക്കാനുണ്ട്. അപ്പം മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഓവറീസ് ഉണ്ട്. ഓവറീസിനകത്തുനിന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫലോപ്പിയൻ ട്യൂബ് വഴിയിട്ട് ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് ഫലോപ്പിയൻ ട്യൂബിന്റെ ആംപ്യുള്ള എന്ന റീജിയനിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആംപ്യുള്ളയിൽ വെച്ചിട്ട് ഫെർട്ടിലൈസ്ഡ് ആയിട്ട് ആ ഫെർട്ടിലൈസ്ഡ് എഗ് വന്നിട്ട് യൂട്രസിൽ വന്നിട്ട് ഇംപ്ലാന്റ് ചെയ്യപ്പെടും. ഇംപ്ലാന്റേഷൻ വിച്ച് മീൻസ് ദി അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ടു ദി യൂട്രൈൻ വാൾ. അപ്പം അതിനുശേഷമാണ് കുട്ടി വളർന്നു വരുന്നത്. അപ്പൊ അത്രയും കാര്യം അറിഞ്ഞിരിക്കുക. അതിനുശേഷം ഒരു സ്പെർമറ്റോജെനസിസും ഓജെനസിസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിക്കുമ്പോഴത്തേക്ക് ആ കമ്പാരിസൺ ടെക്സ്റ്റിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുക എന്ന് വെച്ചാൽ മെയിൽസിലാണെങ്കിൽ ഈ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് അല്ലെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഒക്കെ ഫോം ചെയ്യുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ്. പക്ഷേ ഫീമെയിൽസിലാണെങ്കിൽ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് നടക്കും എന്നൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതൊരു വലിയ വ്യത്യാസമാണ് ഇത് രണ്ടും തമ്മിലുള്ള. അപ്പൊ അതിനുശേഷം മെൻസ്ട്രൽ സൈക്കിൾ പഠിക്കണം. മെൻസ്ട്രൽ സൈക്കിളിന് പ്രധാനമായിട്ടും 3 ഫേസ് ഉണ്ട്: മെൻസ്ട്രൽ ഫേസ്, ഫൊളിക്കുലാർ ഫേസ്, ലുട്ടിയൽ ഫേസ്. അപ്പം ലുട്ടിയൽ ഫേസിൽ ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രം കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുകയും പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യുകയും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 3 സ്റ്റെപ്പിലും എന്തൊക്കെ നടക്കും എന്നറിയണം. മെൻസ്ട്രൽ ഫേസിൽ മെൻസ്ട്രേഷൻ നടക്കും. അതിനുശേഷം ഫോളിക്കുലാർ ഡെവലപ്മെന്റ് നടക്കും. ഫോളിക്കുലാർ ഡെവലപ്മെന്റ് നടന്നതിന് ശേഷം അറ്റ് ദി 14th day ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ LH സർജ് എന്ന ഒരു ഫിനോമിനൻ നടക്കും. മീൻസ് റാപ്പിഡ് റിലീസ് ഓഫ് LH കോസ് ദി റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ടു റിലീസ് ഓവം. അതിന് ആ പ്രോസസ്സിന് പറയുന്ന പേര് ഓവലേഷൻ എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഓവലേഷൻ എന്താണെന്ന് പഠിക്കണം. അതിനുശേഷം റപ്ചർ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ചേഞ്ച്ഡ് ടു കോർപ്പസ് ലൂട്ടിയം ആൻഡ് ഇറ്റ് സെക്രീറ്റ് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ എന്ന ഹോർമോണിന്റെ പ്രത്യേകത അത് പ്രഗ്നൻസി മെയിൻറ്റൈനിങ് ഹോർമോൺ ആണ് എന്നൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. അതിനുശേഷം ഇംപ്ലാന്റേഷൻ നടക്കുകയാണ്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്
പ്ലാസെന്റ എന്നൊരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. മീൻസ് ഇംപ്ലാന്റേഷൻ മീൻസ് അറ്റാച്ച്മെന്റ് ഓഫ് എംബ്രിയോ ടു ദി യൂട്രസ് വാൾ എന്നാണല്ലോ. അപ്പൊ അറ്റാച്ച്മെന്റ് നടന്നതിന് ശേഷം യൂട്രസ് വാളിൽ വെച്ചിട്ട് ബ്ലഡ് വെസൽസ് കുട്ടീനെ പൊതിഞ്ഞിട്ട് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസെന്റ. അപ്പോൾ കൊറിയോണിക് വില്ലൈ ഇന്റർഡിജിറ്റേറ്റ് ടു ഫോം സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റീസ് കാൾഡ് പ്ലാസെന്റ. പ്ലാസെന്റയാണ് കുട്ടിക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വേണ്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈലി വാസ്കുലർ ആൻഡ് ഗ്ലാൻഡുലർ ആണ്. അപ്പം ഈ ഒരു കാര്യത്തിന് ശേഷം അവിടെ എന്താ പറയുന്നത്, അപ്പം പ്ലാസെന്റ ഫോം ചെയ്തിട്ട് പ്ലാസെന്റലിന്റെ അവിടുത്തെ ഹോർമോൺസ് ഉണ്ട്. HCl HPG റിലാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ HCG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. അടുത്ത HPL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട്. അതിന് പറയുന്ന ഒരു ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ എന്നാണ്. ഇത് കൂടാതെ റിലാക്സിൻ, ഇങ്ങനെ 3 ഹോർമോൺസ് ആണ് ഈ സമയത്ത് അവിടെ ഫോം ചെയ്യുന്നത്. ഈ കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം. ഇനി എക്സ്ട്രാ എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് കയറി ചോദിക്കുന്ന ഒരു കാര്യമല്ല. ഒരു നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ട്രാ എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാ? ആംനിയോൺ, കോറിയോൺ, അലൻഡോയിൻ, യോക്സാക്ക്. ഇത് 4 നെറ്റിൽ നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുക. അത് നീറ്റിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് എക്സ്ട്രാ എംബ്രിയോണിക് ഡെവലപ്മെന്റ് എന്നിട്ടുള്ള കാര്യം. ഇനി അവസാനം പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ പാർച്ചുറിഷനും ലാക്ടേഷനുമാണ്. പാർച്ചുറിഷൻ എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ ഓഫ് ദി ബേബി. അപ്പോഴത്തേക്ക് സ്ട്രോങ്ങർ യൂട്ടറൈൻ കൺട്രാക്ഷൻസ് ഫോം ചെയ്യും. യൂട്രസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ യൂട്രസിന്റെ വാൾസ് ഉണ്ട്. 3 ലെയർ ആണ്. എന്തൊക്കെയാ? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. തിക്ക് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഈ 3 ലെയർ ഉണ്ട്. അപ്പം മയോമെട്രിയം എന്ന് പറയുമ്പോഴത്തേക്ക് മസിൽസ് കൊണ്ടുണ്ടാക്കിയതാണ്. അടുത്ത പെരിമെട്രിയം മീൻസ് അതിന്റെ ഔട്ടർമോസ്റ്റ് കവറിംഗ് ആണ്. ഇനി ഇന്നർ ഗ്ലാൻഡുലർ ആൻഡ് വാസ്കുലർ ആണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലാണ് ഇത്തരത്തില് ഇംപ്ലാന്റേഷൻ അങ്ങനെയുള്ള ഫർദർ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ അറിയുക. അപ്പം പാർച്ചുറിഷൻ, ലാക്ടേഷൻ പറഞ്ഞു. പാർച്ചുറിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇജക്ഷൻ ഓഫ് ദി ബേബിക്ക് പറയുന്ന പേരാണ്. അവിടെ സ്ട്രോങ്ങർ കൺട്രാക്ഷൻ നടക്കും. മസിൽ കൺട്രാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ഓക്സിറ്റോക്സിൻ ആണ്. അതുകൊണ്ട് ഓക്സിറ്റോക്സിന് അത്യധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിറ്റോക്സിന്റെ ആ ഒരു റിലീസ്, അതാണ് ഇജക്ഷൻ, ഡെലിവറി പോസിബിൾ ആക്കുന്നത്. അതിനുശേഷം ലാക്ടേഷനും നടക്കും. ഫസ്റ്റ് മിൽക്ക് ഫോം ചെയ്യുന്നതിന് അത് കൊളസ്ട്രോൾ മിൽക്ക് എന്നാണ് പറയുന്നത്. റെഡിമെയ്ഡ് ആന്റിബോഡീസ് ഒരുപാട് റിച്ച്ഡ് ആണ്. അപ്പൊ കുട്ടിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കും. IG ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് പറഞ്ഞ സാധനമാണ് കൊളസ്ട്രോൾ എന്ന മിൽക്കിനകത്തുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മീൻസ് കുറച്ച് അവയർനെസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രായത്തിലായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടുന്ന മീൻസ് സ്കൂളിൽ ഒരു അവയർനെസ് ക്ലാസ് നൽകിയാലോ അല്ലെങ്കിൽ പൊതുവെ ഒരു നോളജ് നമുക്ക് ആരെങ്കിലും പ്രൊവൈഡ് ചെയ്താലോ നമുക്ക് കൂടുതലും നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആവും. നമുക്ക് ഓരോ ഉപകരണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ സെക്ഷൽ ബാരിയർ മെത്തേഡ്സ്, സെക്ഷൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് കുറച്ച് ഉപയോഗങ്ങളാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആണ്. അത് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? നാച്ചുറൽ മെത്തേഡ് ഉണ്ട്, ബാരിയർ മെത്തേഡ് ഉണ്ട്, ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉണ്ട്, പിൽസ് ഉണ്ട്, പിൽസിൽ തന്നെ ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്, സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ നാച്ചുറൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ അവിടെ എന്താ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പീരിയോഡിക് ടൈമിൽ കൊയിറ്റസ് ചെയ്യാതിരിക്കുക. അടുത്ത വിത്ഡ്രോവൽ ഓഫ് പെനിസ് ഉണ്ട്. മീൻസ് വിത്ഡ്രോവൽ ഓഫ് ദി പെനിസ് ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ. അടുത്ത ലാക്ടേഷണൽ അമിനോറിയാണ്. മീൻസ് കുട്ടി ജനിച്ചതിന് ശേഷം അമ്മയ്ക്ക് 6 മാസത്തേക്ക് മെൻസ്ട്രൽ സൈക്കിൾ വർക്ക് ചെയ്യില്ല. അപ് ടു 7 months, 6 to 7 months എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 ഉണ്ട്. നാച്ചുറൽ മെത്തേഡ് ഇല്ലാത്ത പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, കൊയിറ്റസ് ഇന്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ഡ്രോവൽ ഓഫ് പെനിസ്, ലാക്ടേഷണൽ അമിനോറി. ഇനി ബാരിയർ മെത്തേഡ്സിനകത്ത് കോണ്ടംസ് ഉണ്ട് ഫോർ ഫീമെയിൽസ് ആൻഡ് മെയിൽസ്. അതുപോലെ വാൾസ് ഉണ്ട്, ഡയഫ്രംസ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫീമെയിൽസിനോടുണ്ട്. പിന്നെ ഇൻട്രായൂട്രൈൻ ഡിവൈസ് വരുമ്പോഴത്തേക്ക് ഇൻട്രായൂട്രൈൻ ഡിവൈസ് യൂട്രസിനകത്ത് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം അതിനുശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. 3 ടൈപ്പ് IUDs ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUC, ലിപ്പേഴ്സ് ലൂപ്പ് എന്ന് പറഞ്ഞ സാധനം പറയുന്നുണ്ട്. കോപ്പർ റിലീസിങ് IUD ആയിട്ടുള്ള കോപ്പർ 7, CU7, മൾട്ടിലോഡ് 375 എന്നിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുണ്ട്. അടുത്ത ഹോർമോൺ റിലീസിങ് IUDs ആയിട്ടുള്ള LNG20, പ്രൊജസ്റ്റാ സെർട്ട് എന്നിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോകണമെങ്കിൽ ഓറൽ കൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെ പിൽസ് എന്നൊക്കെ പറയാം. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചിട്ട് ഒരു സഹേലി എന്നൊക്കെ പറയുന്ന പിൽസ്, വൺസ് ഇൻ എ വീക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം സഹേലി പിൽസ് എന്ന് വെച്ചാൽ ഓറൽ, നമ്മൾ ടാബ്ലറ്റ് കഴിക്കുക ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓറൽ കൺട്രാസെപ്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അടുത്താണ് സർജിക്കൽ മെത്തേഡ്സ്. സർജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 2 ടൈപ്പ് ഉണ്ട്. വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി. വാസെക്ടമി മീൻസ് വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക.
അടുത്ത cutting and tying up of was difference. ഇനി അടുത്ത കട്ടിങ് ആൻഡ് ടൈങ് അപ്പ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നതാണ് ട്യൂബെക്ടമി. ഓക്കെ, സ്പേസ് ചിൽഡ്രൻ എന്ന പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതിനുശേഷം ഇംപ്ലാന്റ് എന്നും പറയുന്നുണ്ട്. സിറിഞ്ച് ടൈപ്പിൽ നമുക്കുള്ള ഇഞ്ചെക്ഷൻസ് നൽകിയിട്ട് ഈസ്ട്രോജൻ പ്രൊജെസ്റ്റോജൻ കോമ്പിനേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്താണെന്നാണ്. അത് ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അബോർഷൻ എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. കുട്ടിയെ ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ നരഹത്യ ചെയ്യുക, ആ ഒരു പ്രോസസ്സ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അതുപോലെ ആംനിയോസെന്റസിസ് എന്താണെന്ന് പഠിച്ചു. ആംനിയോസെന്റസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടിയുടെ ആ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ അമ്മയുടെ വയറ്റിലെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുത്തിട്ട് അതിലെ ക്രോമസോമൽ പാറ്റേൺ അനലൈസ് ചെയ്തിട്ട് ബാർബോഡിയുടെ പ്രസൻസ് അല്ലെ ബാർബോഡി എന്ന ഒരു ഫാക്ടറിനെ വെച്ചിട്ട് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ആംനിയോസെന്റസിസ്. അപ്പം ഓക്കെ, ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. അതിനുശേഷം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്? എയ്ഡ്സിനെ കുറിച്ചൊക്കെ അറിയാലോ. AGH, അതായത് A മീൻസ് എയ്ഡ്സ്, അടുത്ത ഹെപ്പറ്റൈറ്റിസ് B, അടുത്ത ജെനൈറ്റൽ ഹെർബ്സ്. അപ്പം ഈ 3 രോഗം ജെനൈറ്റൽ ഹെർബ്സ് ആണോ എന്നുള്ളത് ഞാൻ ഇത് ഒറ്റയടി പറയുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ജെനൈറ്റൽ ഹെർബ്സ് AGH, ഈ 3 രോഗങ്ങളും ഡി നോട്ട് ക്യൂറബിൾ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ബാക്കിയെല്ലാം ക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസസ് ആണ്. ഇതെല്ലാം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് തന്നെ. അപ്പം ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വന്നാൽ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ സെക്സ് അവോയ്ഡ് ചെയ്യുക, യൂസ്ഡ് നീഡിൽസ് അവോയ്ഡ് ചെയ്യുക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് പുതിയ ടെക്നിക്കുകൾ തന്നിട്ടുണ്ട്. സിഫ്റ്റ്, ഗിഫ്റ്റ്, സൈഗോട്ട് ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അതുപോലെ ഗിഫ്റ്റ്, ഗമൈറ്റ് ഇൻട്രാഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ICSI ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചെക്ഷൻ, IUI ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, IUD ഇൻട്രായൂട്രൈൻ ഡിവൈസ്, അടുത്ത IUT ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കുക. അത്രയും കാര്യങ്ങളാണ് പഠിച്ചു വെക്കുക. ഇനി അടുത്ത 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഗ്രിഗർ ജോൺ മെൻഡൽ, ആ പുള്ളിയാണ് ജനറ്റിക്സിന്റെ പിതാവ്. പുള്ളി നടത്തിയ മോണോ ഹൈബ്രിഡ് ക്രോസും അതിനോടനുബന്ധിച്ച് വരുന്ന ലോ ഓഫ് ഡൊമിനൻസും പഠിച്ചു വെക്കുക. ദെൻ ഡൈ ഹൈബ്രിഡ് ക്രോസ് പഠിക്കുക. അതിനോടൊപ്പം തന്നെ ലോ ഓഫ് സെഗ്രിഗേഷനും പഠിക്കുക. ഡൈഹൈബ്രിഡ് ക്രോസിന് ശേഷം ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പഠിക്കുക. മോണോ ഹൈബ്രിഡ് ക്രോസ് വരുന്ന 3:1, 1:2:1 എന്ന ഫീനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോയും പഠിക്കുക. ഇനി ഡൈഹൈബ്രിഡ് ക്രോസിൽ വരുന്ന ജീനോട്ടിപ്പിക് റേഷ്യോ 1:2:1, 2:4:2, 1:2:1 എന്ന റേഷ്യോയും ഫീനോട്ടിപ്പിക് റേഷ്യോ ആയിട്ടുള്ള 9:3:3:1 എന്ന റേഷ്യോയും പഠിച്ചു വെക്കുക. ഡൈഹൈബ്രിഡ് ക്രോസിൽ ആരാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പം എന്താണ് ഒരു ഫിസിക്കൽ മീൻസ് ഫിനോട്ടിപ്പിക് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞില്ലേ. ഫിനോട്ടിപ്പിക് റേഷ്യോ മീൻസ് ഫിസിക്കൽ എക്സ്പ്രഷൻ, ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ മീൻസ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ആ ഒരു സെക്ഷന് ശേഷം മോണോഹൈബ്രിഡ് ഡൈഹൈബ്രിഡ് ക്രോസിന് ശേഷം നമുക്ക് മൾട്ടിപ്പിൾ അല്ലലിസം, കോഡോമിനൻസ് എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബ്ലഡ് ഗ്രൂപ്പ് എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്ന 2 കാര്യമാണ് കോഡോമിനൻസും മൾട്ടിപ്പിൾ അല്ലലിസവും. രണ്ടിൽ കൂടുതൽ അല്ലീൽസിനെ മോർ ദാൻ 1 അല്ലീൽസ്, മോർ ദാൻ 2 അല്ലീൽസ് ഒരു സംഭവത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പറയുന്നതാണ് മൾട്ടിപ്പിൾ അല്ലലിസം. ഇനി കോഡോമിനൻസ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പം അത്രയും കാര്യത്തിന് ശേഷം നമ്മൾ കുറച്ച് ഡിസീസസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സിക്കിൾ സെൽ അനീമിയ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സിക്കിൾ സെൽ അനീമിയ, അതിൻ്റെ എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത് എന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഓക്കെ, ബീറ്റാ ഗ്ലോബിൻ ചെയിനിൽ ഉണ്ടാവുന്ന വ്യത്യാസം പഠിക്കണം. അതുപോലെ തലാസീമിയ എന്നിട്ടുള്ള ഡിസീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. തലാസീമിയ കൂടാതെ വേറെ ഏതാ? ഹീമോഫിലിയ മീൻസ് ബ്ലീഡിങ്, നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാകുന്ന ഡിസീസ് ഹീമോഫിലിയ. അപ്പം ആ രോഗങ്ങൾ പഠിക്കാനുണ്ട്. ഇനി ക്രോമസോമൽ അനോമലിയുടെ ഭാഗമായിട്ട് നമുക്ക് ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലൈഡ്ഫെൽറ്റർ സിൻഡ്രോം പഠിക്കാനുണ്ട്. നമുക്കറിയാം നമുക്ക് 23 പെയർ ഓഫ് ക്രോമസോംസ് ആണുള്ളത്. 22 ആട്ടോസോംസും ഒരു സെക്സ് ക്രോമസോംസും ആണ്. ഈ 22 ആട്ടോസോംസിൽ 21 ആട്ടോസോമിൽ ഉണ്ടാകുന്ന ഒരു അനോമലിയാണ്, ഒരു വ്യത്യാസമാണ് ട്രൈസോമി 2:1 എന്നിട്ടുള്ള ഒരു മാറ്റം, ഒരു അഡീഷണൽ കോപ്പി, അങ്ങനെയൊക്കെ അഡീഷണൽ കോപ്പി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ട്രൈസോമി 2:1. അപ്പം അവിടെ ഒരു ട്രൈസോമി 2:1 എന്നിട്ടുള്ള ഒരു സംഭവം വരുന്നതാണ് ഡൗൺ സിൻഡ്രോം എന്ന ഡിസീസിന് കാരണം. അത് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ട് അത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്.
അപ്പം ക്രോമസോമൽ ഡിസീസ് ആയിട്ടുള്ള ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്നീ ഡിസീസിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ വർഷങ്ങളോട് കൂടി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് DNA ഫിംഗർ പ്രിന്റിങ്. എന്തോ ഐസൊലേഷൻ, ഡൈജഷൻ, ഫ്രാഗ്മെന്റേഷൻ, സെപ്പറേഷൻസ്, അതിനുശേഷം എന്താ ഹൈബ്രിഡൈസേഷൻ ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യുക. അതൊരു ക്വസ്റ്റൻ ആണ് സാധാരണ. DNA ഫിംഗർ പ്രിന്റിങ്. അടുത്ത ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ സാലന്റ് ഫീച്ചേഴ്സ് ചോദിക്കാം. അതൊരു ക്വസ്റ്റൻ ആണ് സാധാരണ ചോദിക്കുന്നത്. ജനറ്റിക് കോഡിന്റെ സാലന്റ് ഫീച്ചേഴ്സ് ചോദിക്കാം. എന്താ മൊത്തത്തിൽ 61 കോഡോൺസ് അമിനോ ആസിഡ് സീക്വൻസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. 3 സ്റ്റോപ്പിംഗ് കോഡോൺസ്. അത് UAG, UGA, UA, അടുത്ത UAG, അടുത്ത എന്നാണ്. UUA, UAG, then UGA. അങ്ങനെ 3 സ്റ്റോപ്പിംഗ് കോഡോൺസ്. ഇനി ഒരു കോഡോൺ ഒരു അമിനോ ആസിഡിനെ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ AUG എന്ന് പറയുന്ന ഒരാൾ 2 ഫംഗ്ഷൻ ഉണ്ട്. അയാൾ എന്തൊക്കെ ആക്ട് ചെയ്യും? ഒരു ഇനിഷ്യേറ്റർ കോഡോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ മെത്തിയോണിൻ എന്ന അമിനോ ആസിഡിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി അത് സ്പെസിഫിക് ആണെന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. അപ്പൊ അതിനുശേഷം പഠിച്ചു വെക്കേണ്ടത് DNA സ്ട്രക്ചർ ആണ്. DNA സ്ട്രക്ചർ ആരൊക്കെയാ പ്രപ്പോസ് ചെയ്ത് 1953 ക്രിക്ക്, ഫ്രാൻസിസ് ക്രിക്ക്, അതുപോലെ ആരൊക്കെയാ തമ്മിൽ പ്രപ്പോസ് ചെയ്ത് 1953 വാട്സൺ ക്രിക്ക് മോഡൽ, ഡബിൾ ഹെലിക്സ് മോഡൽ, അതുപോലെ ചെറഗാഫ് റൂൾ പഠിച്ചു വെക്കുക. അഡെനിൻ, തൈമിൻ, ഗാലിൻ, സൈറ്റോസിൻ റേഷ്യോ സെയിം ആയിരിക്കും. അതുപോലെ RNA DNA തമ്മിലുള്ള ഒരു കമ്പാരിസൺ പഠിച്ചു വെക്കുക. ഏതാണ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പഠിച്ചു വെക്കുക. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി, ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് DNAക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രൈബ് ചെയ്ത് മെസ്സഞ്ചർ RNA ഫോം ചെയ്യും. മെസ്സഞ്ചർ RNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ വഴി ഒരു പ്രോട്ടീൻ കോഡ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു DNA-ക്ക് അകത്തിരിക്കുന്ന ജീൻ എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന കാര്യം പഠിച്ചു വെക്കുക. ഇനി അതിനുശേഷം പഠിക്കാനുള്ളത് കുറച്ച് എക്സ്പെരിമെന്റ് ആണ്. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ്, മൈസിൽ നടത്തിയ എക്സ്പെരിമെന്റ് പഠിച്ചു വെക്കുക. എന്ന് വെച്ചാൽ എന്തുവാ, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ R സ്ട്രെയിൻ, S സ്ട്രെയിൻ ഉണ്ട്. അപ്പം S സ്ട്രെയിൻ ആണ് വിറലന്റ്, R സ്ട്രെയിൻ നോൺ വിറലന്റ്. S സ്ട്രെയിൻ കുത്തിവെച്ചപ്പോഴത്തേക്ക് മൈസ് ചത്തു, R സ്ട്രെയിൻ കുത്തിവെച്ചപ്പോഴത്തേക്ക് മൈസ് ജീവിച്ചു. ഇനി ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിൻ S സ്ട്രെയിനും ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനും ലിവിംഗ് ആയിട്ടുള്ള R സ്ട്രെയിൻ കുത്തിവെച്ചപ്പോഴും മൈസ് ചത്തുപോയി. അതിന് കാരണം എന്ന് വെച്ചാൽ ഏതോ ഒരു ഫാക്ടർ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള S സ്ട്രെയിനിൽ നിന്ന് R സ്ട്രെയിനിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ടിട്ടാണ്. അതിനെ പ്രൂവ് ചെയ്ത കുറച്ച് സയന്റിസ്റ്റ് ഉണ്ട്, മെക്കലിയോട് ആവറി. അപ്പൊ അവര് DNA ഡൈജസ്റ്റിംഗ് എൻസൈം ആയിട്ടുള്ള DNase വെച്ചിട്ട് ഇത് DNA ആണ് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്തിട്ട് സയന്റിസ്റ്റ് ഉണ്ട്. അതുപോലെ വന്നിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് മെസൽസൺ-സ്റ്റാഹൽ എക്സ്പെരിമെന്റ്. DNA-യുടെ സെമി കൺസർവേറ്റീവ് നേച്ചർ പ്രൂവ് ചെയ്തതാണ്. മീൻസ് നൈട്രജൻ 15 ഉള്ള ഒരു DNA എടുത്ത് നൈട്രജൻ 14 ഒരു കൾച്ചറിൽ വളർത്തിയപ്പോൾ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ മീൻസ് 2 ആയപ്പോഴത്തേക്ക് അതിന്റെ ഒരു സ്ട്രാൻഡ് പാരന്റൽ സ്ട്രാൻഡ് നൈട്രജൻ 15 മറ്റേത് നൈട്രജൻ 14 ആണെന്ന് കണ്ടെത്തി. അതിലൂടെ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ് സെമി കൺസർവേറ്റീവ് നേച്ചർ ഓഫ് DNA. ഒപ്പം തന്നെ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പഠിക്കുന്നു. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ മെസ്സഞ്ചർ RNA ഫോം ചെയ്യുകയാണ്. ഇനി ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ കോഡ് ചെയ്യുകയാണ് മെസ്സഞ്ചർ RNA. ഓക്കെ, അത്രയും കാര്യങ്ങൾ അവിടെ അറ്റ്ലീസ്റ്റ് പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും അറ്റ്ലീസ്റ്റ് എങ്കിലും പഠിച്ചിരിക്കണം. അതുപോലെ ട്രാൻസ്ലേഷൻ നടന്നിട്ട് പഠിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ലാക്ക് ഓപ്പറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡ്യൂസറിന്റെ പ്രസൻസ് അല്ല, ലാക്ടോസിന്റെ പ്രസൻസിൽ വർക്ക് ചെയ്യുന്ന ലാക്ക് ഓപ്പറോൺ. മീൻസ് ലാക്ടോസിന്റെ പ്രസൻസിൽ ഓപ്പറേറ്റർ സൈറ്റ് റെപ്രസർ പ്രോട്ടീൻ ബ്ലോക്ക് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് സ്ട്രക്ചറൽ ജീൻസ് ആയിട്ടുള്ള ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്അസെറ്റിലേസ് ഫോം ചെയ്യും. ഇൻ ദി ആബ്സെൻസ് ഓഫ് ലാക്ടോസ് റെപ്രസർ പ്രോട്ടീൻ നിന്ന് ഓപ്പറേറ്റർ റീജിയനിൽ ബൗണ്ട് ചെയ്യും. സ്ട്രക്ചറൽ ജീൻസ് ഒന്നും ഫംഗ്ഷൻ ചെയ്യാതെ വരും. അങ്ങനെ XYA ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്അസെറ്റിലേസ് ഒന്നും ഫോം ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു സംഭവം വരച്ചു വെക്കുക. അത് ഈ ഒരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ പടം കൂടെ വരച്ചു കൊടുക്കുക. അത് റെഗുലർ ജീൻസും സ്ട്രക്ചറൽ ജീൻസും ഉണ്ട്. ആ ഒരു കാര്യം പഠിച്ചു വെക്കുക. അടുത്ത നമ്മൾ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് പഠിക്കുന്നു. എവല്യൂഷനിൽ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് SL മില്ലറിന്റെ എക്സ്പെരിമെന്റ് ചോദിക്കാം. അതായത് പുള്ളിക്കാരൻ ഹൈ ഡിസ്ചാർജ് എന്താ പറയുക, ഇപ്പം CH4ഉം H2 NH3 ഒക്കെ ചേർത്തിട്ട് ഹൈ ഡിസ്ചാർജ് പാസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാകുന്നു, അവിടെ അമിനോ ആസിഡ് സീക്വൻസ് ഫോം ചെയ്യുന്നതായിട്ട് പുള്ളിക്കാരന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. പഴയ കഥകളൊക്കെ ഉണ്ടല്ലോ, ബിഗ് ബാങ് തിയറി എന്ന് വെച്ചാൽ ഒരു ചെറിയ പൊട്ടിത്തെറിയിലൂടെ ഇന്നത്തെ കാണുന്ന ലോകം ഉണ്ടായി മാറി എന്നൊക്കെയല്ലേ പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞു വെക്കുക. അപ്പൊ അതിനുശേഷം എവിഡൻസസിലേക്ക് നമ്മൾ പോകുന്നു. എവിഡൻസസിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ
ഹോമലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ് എന്ന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഹോമലോഗസ് ഓർഗൻ എന്ന് വെച്ചാൽ സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നതാണ്. ഇപ്പൊ ഹ്യൂമൻസിന്റെ, ബാറ്റ്സിന്റെ, വെയിൽസിന്റെ ഒക്കെ ഹാൻഡ് ഒരു എക്സാമ്പിൾ, വിങ്സ്, ലിംസ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പം ഹോമലോഗസ് ഓർഗൻ എന്ന് വെച്ചാൽ സെയിം സ്ട്രക്ചർ ഡിഫറെന്റ് ഫംഗ്ഷൻ, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡൈവേർജന്റ് എവല്യൂഷനെയാണ്. ഇനി അനലോഗസ് ഓർഗൻസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഡിഫറെന്റ് സ്ട്രക്ചർ സെയിം ഫംഗ്ഷൻ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ എക്സാമ്പിൾ പറയാം, പക്ഷികളുടെ ചിറകും ബട്ടർഫ്ലൈസിന്റെ ചിറകും. ഓക്കെ, ഡിഫറെന്റ് സ്ട്രക്ചർ സെയിം ഫംഗ്ഷനുമാണ്. അപ്പം അത് അനലോഗസ് ഓർഗൻസ് ലീഡ് ചെയ്യുന്നത്, അല്ലെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൺവേർജന്റ് എവല്യൂഷനെയാണ്. അപ്പൊ ഡൈവർജന്റ് എവല്യൂഷനും കൺവേർജന്റ് എവല്യൂഷനും ഇതിലൂടെ പഠിക്കുക. ഡാർവിൻ ഫിഞ്ചസ് പഠിക്കുക. അതിനുശേഷം ഡാർവിന്റെ തിയറിയും ലാമാർക്കിന്റെ തിയറിയും പഠിക്കുക. ഡാർവിന്റെ കപ്പലിലുള്ള യാത്രയും പുള്ളിയുടെ ഒരു യാത്രയുണ്ടല്ലോ അതൊക്കെ പഠിക്കുക. ഓക്കെ, അതിനുശേഷം അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണെന്ന് പഠിക്കുക. ഒരു പ്രത്യേക ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ ഒരു സ്പീഷീസ് ഇവോൾവ് ചെയ്തിട്ട് അത് മറ്റ് ജിയോഗ്രാഫിക്കൽ ഏരിയയിലോട്ട് റേഡിയേറ്റ് ചെയ്തു പോകുന്ന പ്രോസസ്സിന് പറയുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, അപ്പം ആ ഒരു കാര്യം പഠിക്കുക. അതുപോലെ അതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഒക്കെ എന്താണെന്ന് വെച്ച് പഠിക്കുക. ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പഠിക്കുക. അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക, അറിയാമല്ലോ. നെക്സ്റ്റ് ഹ്യൂമൻ എവല്യൂഷൻ ചാർട്ട് പഠിക്കുക. അനലിസ്റ്റിക്കൽ ഹിസ്റ്ററി ഉണ്ടല്ലോ, നമ്മുടെ ഹ്യൂമൻസിനെ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഹ്യൂമന്റെ ഹിസ്റ്ററി ഉണ്ട്. മീൻസ് ഹ്യൂമൻസിന്റെ ആൻസസ്റ്റർ ആരായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഹോമോസാപ്പിയൻസ് വരെ വരുന്ന ആ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ബൈഹാർട്ട് ആക്കി വെക്കുക. അത് എങ്ങനെയാണ്? ഡ്രയോപിത്തക്കസ്, റോമോപിത്തക്കസ്, ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ എറക്ടസ്, നിയാൻഡർതൽമാൻ, ഹോമോസാപ്പിയൻസ്. അപ്പൊ ആ ഒരു ഫ്ലോ ചാർട്ട് ബൈഹാർട്ട് ആക്കി പഠിച്ചു നോക്കുക. അപ്പൊ അത്രയും ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് കൂടെ കൊണ്ടിട്ട് ആ എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അവിടെ തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കയറാം. അത് അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ചാപ്റ്ററിലാണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ ആദ്യം തന്നെ ടൈഫോയിഡ് എന്ന രോഗം, കുറച്ച് രോഗങ്ങൾ പറയുന്നുണ്ട്. ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള ടൈഫോയിഡ്, അതുപോലെ ന്യൂമോണിയ. അപ്പൊ ടൈഫോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സാൽമണല്ല ടൈഫിക്കോസി ചെയ്യുന്നതാണ് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. അവിടെ ആ രോഗങ്ങളും പാത്തോജന്റെയും പേരുകൾ നമ്മൾ ഒരു പേപ്പറിൽ അങ്ങോട്ട് എഴുതുക, ഇന്ന രോഗം ഇന്ന പാത്തോജൻ. ഇപ്പൊ ടൈഫോയിഡ് ആണെങ്കിൽ സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം കോസ് ചെയ്യും, അത് ബാക്ടീരിയ ആണ്. അപ്പം അങ്ങനെ വെച്ചിട്ട് അങ്ങ് എഴുതി പോവുക. ഇനി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, അത് എന്താ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസംസ് ന്യൂമോണിയ കോസ് ചെയ്യും. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ മാത്രമല്ല ന്യൂമോണിയ കോസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഡിപ്ലോകോക്കസ് ന്യൂമോണിയ, ഹിമോഫിലസ് ഇൻഫ്ലുവൻസ, അങ്ങനെയുള്ള ഓർഗാനിസംസ് ഒക്കെയാണ് ഇത് കോസ് ചെയ്യുന്നത്. അതുപോലെ റൈനോ വൈറസ് കോസ് ചെയ്യുന്നതാണ് കോമൺ കോൾഡ്. അസ്കാരിയസ് ലുംബ്രിക്കോയിഡ്സ് കോസ് ചെയ്യുന്നതാണ്. ഇതുപോലെ അവിടെ കുറച്ച് രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളും അതിന്റെ രോഗകാരികളും അറ്റ്ലീസ്റ്റ് 2-3 സിംറ്റംസും പഠിച്ചു വെക്കുന്നതോടെ ആ ചാപ്റ്റർ നമുക്ക് തീർത്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി എന്നൊരു സെക്ഷൻ പഠിക്കണം. ഇമ്മ്യൂണിറ്റി എന്നൊരു സെക്ഷൻ കൂടെ പഠിച്ചിരിക്കണം. ഹ്യൂമൻ ഹെൽത്ത്, ഡ്രഗ്സിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുണ്ടല്ലോ. ഒപ്പിയോയിഡ്, കനബിനോയിഡ്, കൊക്കാൽക്കലോയിഡ്, അങ്ങനെ 3 ടൈപ്പ് ഡ്രഗ്സ് ആണുള്ളത്. ഒപ്പിയോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒപ്പിയം പോപ്പി പ്ലാന്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ. ഇനി കനാബിനോയിഡ് എന്ന് വെച്ചാൽ അതാണ് നമ്മുടെ കഞ്ചാവ് ചെടി, കനാബി സാറ്റൈവ എന്ന ഒരു ചെടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഐറ്റംസ്. അടുത്ത കൊക്ക ആൽക്കലോയിഡ്സ്, കൊക്കൈൻ. അപ്പം എരിത്രോസൈലം കൊക്ക എന്ന ഒരു പ്ലാന്റിൽ നിന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഐറ്റംസിന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോഡക്റ്റുകൾക്ക് പറയുന്ന പേരാണ്. അപ്പൊ 3 ക്ലാസ് ഡ്രഗ്സ് ഉണ്ട്: ഒപ്പിയോയിഡ്, കനാബിനോയിഡ്, കൊക്ക ആൽക്കലോയിഡ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി പഠിക്കണം. ഇമ്മ്യൂണിറ്റി, ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒക്കെ എന്താണെന്നൊക്കെ ചോദിച്ചാൽ എന്താ, നമ്മുടെ ശരീരത്തിനെ തന്നെ സെൽഫ് അറ്റാക്ക് ചെയ്യുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതൊക്കെ ഓട്ടോ ഇമ്മ്യൂണിറ്റി വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, 4 ടൈപ്പ് ഇമ്മ്യൂണിറ്റീസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ബൈ ബർത്ത്, ഫിസിയോളജിക്കൽ, സൈറ്റോകൈൻ ബാരിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു പോകുക. ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് അവിടുന്ന് മസ്റ്റായിട്ട് ചോദിക്കും. അപ്പം ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന ഒരു സെക്ഷന് ശേഷം നമ്മൾ പിന്നെ പഠിക്കേണ്ടത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏതൊക്കെ മൈക്രോബ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട് എന്നൊരു കാര്യമാണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിലൂടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദി ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റിൽ എങ്ങനെ കടന്നു വരുന്നു. എക്സാമ്പിൾ, പാല് പുളിച്ച് തൈരാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ് ഓഫ് ബാക്ടീരിയക്ക് പറയുന്നവരാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ലാക്ടോബാസിലസ് എന്നൊക്കെ പറയാം. അപ്പൊ തൈരാവുന്നത് കൊണ്ടിട്ട് അതിന് എന്ത് പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചാൽ, പാല് തൈരാകുമ്പോഴത്തേക്ക് അതിനകത്ത് അതിന്റെ വൈറ്റമിൻസിന്റെ എമൗണ്ട് കൂടും. വൈറ്റമിൻ B12 എൻറിച്ച്ഡ് ആയിട്ടാണ് കർഡ് ഫോം ചെയ്യുന്നത് ഫ്രം മിൽക്ക്.
പിന്നെ അതുപോലെ തന്നെ ദോശ, ഇഡലി, അതിനകത്തൊക്കെ പഫ്നെസ്. ഇപ്പൊ ദോശ കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവരും പറയും അതിന്റെ കുഴി എണ്ണരുത്, അപ്പം തിന്നാൽ മതി, കുഴി എണ്ണ ഉണ്ടാകുന്നു. പക്ഷെ ആ കുഴി ഉണ്ടാവുന്ന അതിന്റെ ഒരു പഫ്നെസ് അപ്പിയറൻസ് എന്തുകൊണ്ട് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ദി റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പല എക്സാമുകളിലും ഇങ്ങനെ ചോദിക്കുന്നത് 1-2 മാർക്കിന്. അപ്പം പഫ്നെസ് ഓഫ് ഇഡലി ദോശ. അപ്പം ദോശയുടെയൊക്കെ ആ പഫ്നെസ് ഉണ്ടാവുന്നതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അത് ഏത് പാത്വേയാണെന്നൊക്കെ ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഏത് പാത്വേ? സാധാരണ ആൽക്കഹോളിക് ഫെർമെന്റേഷൻ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്, അല്ലേ? ഇനിയിപ്പം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ടു ഡി എന്താണ് TODD ടു ഡി എന്ന് പറയുമ്പോഴത്തേക്ക് മേക്കിംഗ് ഇറ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ സാപ്പ് ഫ്രം പാമിന്റെ സാപ്പ് എടുത്തിട്ട് പനങ്കളിൽ നിന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? അത് തന്നെ. അപ്പം സാപ്പ് ഫ്രം പാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടു ഡി ഉണ്ടാക്കാം. അതുപോലെ റോക്ക്ഫോർട്ട് ചീസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒരു ഫംഗസിൽ നിന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ്, ഒരു ഫംഗസിൽ നിന്നിട്ട്. അതുപോലെ സിസ് ചീസ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണ്. അപ്പൊ ഈ പേരുകളൊക്കെ പഠിക്കുക. അപ്പം ആ ഒരു കാര്യത്തിന് ശേഷം ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റിന് ശേഷം നമ്മൾ പിന്നെ അടുത്ത ഒരു സെക്ഷനിലോട്ട് പോകും. ഈ ഒരു ചാപ്റ്ററിൽ മൈക്രോബ്സ് ഇൻ ദി ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ. എന്താണ് ഒരു ഫെർമെന്റർ? ഒരു ഫെർമെന്റർ എന്താണെന്ന് വെച്ചാൽ ഒരു ലാർജ് സ്കെയിലിൽ ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൾച്ചർ ചെയ്യുന്ന ആ ഒരു ടാങ്കിന് പറയുന്ന പേരാണ് ഫെർമെന്റർ. ഫെർമെന്റേഷൻ എന്ന് കേട്ടിട്ടില്ലേ? മീൻസ് വൈൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയില്ല, അത് തന്നെ ഫെർമെന്റേഷനിൽ നടക്കുന്ന കാര്യം. അപ്പം വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നുണ്ട്. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈക്വൽ എമൗണ്ട് അല്ല, ഷുഗർ ആഡ് ചെയ്യുക, ഫ്രൂട്ട് ആഡ് ചെയ്യുക, രണ്ടുകൂടെ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10-15 ദിവസത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അത് റിയാക്ട് ചെയ്തിട്ട് ആൽക്കഹോൾ ഫോം ചെയ്യും, ഒപ്പം കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. അപ്പൊ അതിന് പറയുന്നത് ആൽക്കഹോളിക് ഫെർമെന്റേഷൻ. അപ്പം ആൽക്കഹോൾ ഉണ്ടാകുമ്പോൾ ഈ വൈൻ ഉണ്ടാകുമ്പോഴത്തേക്ക് വൈനകത്തെ ആൽക്കഹോളിന്റെ പെർസെൻറ്റേജ് 10-13% ഒക്കെയാണ് ആൽക്കഹോൾ സാധാരണ വൈനകത്ത് കാണപ്പെടുന്നത്. അപ്പൊ അതിന്റെ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാന്ന് വെച്ചാൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ ഇപ്പം ഒരു കപ്പ് ആൽക്കഹോൾ എടുത്ത് വെച്ചു, അപ്പൊ ആൽക്കഹോൾ ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടന്റ് മൊത്തം ഇറങ്ങിപ്പോകും, ഇവിടെ ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ കൂടും. ഇനി പിന്നെ എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാം, വാറ്റുക എന്നൊക്കെ മലയാളത്തിൽ പറയും. പിന്നെ ഈ ബ്രോത്തിനകത്തു നിന്നാണ് അതുപോലെ ബ്രാൻഡി, വിസ്കി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അവിടെ പഠിക്കാനുള്ള എന്താ? പിന്നെ അത്രയും കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ സീവേജ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സീവേജ് ട്രീറ്റ്മെന്റ്. അപ്പൊ സീവേജ് പ്യുവർ ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ സീക്വൻഷ്യൽ സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ. സാധാരണ രീതിയിൽ നമുക്കുള്ള ഐറ്റംസ് ഒക്കെ എടുത്ത് പറക്കി കളഞ്ഞിട്ട് അവിടെ അതിനെ അടിയാൻ വെക്കുക. അപ്പൊ അടിയാൻ വെക്കുന്നത് അതാണ് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ആൻഡ് സെഡിമെന്റേഷൻ എന്ന് പറയുന്ന ടാഗിലൂടെ പറയുന്നത്. അപ്പം ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് സെഡിമെന്റ് അടിഞ്ഞു വെക്കാൻ നേരത്ത് ഇതിന് മുകളിലുള്ള എഫ്ലുവന്റ് ഉണ്ടല്ലോ, എഫ്ലുവന്റ് എന്ന് വെച്ചാൽ മുകളിൽ കിടക്കുന്ന ആ വെള്ളം, അപ്പൊ അതെടുത്തിട്ടാണ് ബാക്കി സെക്കൻഡറി ട്രീറ്റ്മെന്റിലോട്ടൊക്കെ കൊണ്ടുവന്നത്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എങ്ങനെ ഒരു ടാങ്കിനകത്ത് ഓക്സിജന്റെ പ്രസൻസ് കൂട്ടി, മീൻസ് അതുപോലെ അവിടെ ഒരു ഇനോക്കുലം ബാക്ടീരിയസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആഡ് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഇനോക്കുലം എന്ന് പറയും, ഈ ഇനോക്കുലം ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എഫ്ലുവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കയ്യിരിക്കുമോ ബാക്കി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി? ആ എഫ്ലുവന്റ് എടുത്ത് ആ ടാങ്കിലേക്ക് കൊണ്ടൊഴിച്ചു. ആ ടാങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ഭയങ്കര ഓക്സിജന്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ ആ ഒരു പ്രസൻസിൽ മൈക്രോ ഓർഗാനിസംസ് വളരെ വളർന്നിട്ട് ഇത് ഇവിടുത്തെ ഓർഗാനിക് വേസ്റ്റിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മുടെ ഈ ഓർഗാനിക് വേസ്റ്റ് പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. അപ്പൊ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ പ്യൂരിഫൈഡ് ആയിട്ടുള്ളത് കിട്ടും. അത് അതിന്റെ സ്യൂട്ടബിൾ സ്ഥലത്തേക്ക് മാറ്റി വെക്കും. എന്നിട്ട് കുറച്ച് ബാക്ടീരിയാസ് ഒരു ഇനോക്കുലം ആയിട്ട് യൂസ് ചെയ്യും. എന്താണ് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു എന്താണ് ഇനോക്കുലം എന്ന് വെച്ചാൽ? ഇനോക്കുലം എന്ന് വെച്ചാൽ ഒരു സാമ്പിൾ. ഇപ്പം പാല് തൈരാക്കണമെങ്കിൽ വീട്ടിൽ കുറച്ച് തൈര് ഫിക്സഡ് ആക്കി വെച്ചേക്കും. ആ തൈരിനകത്തോട്ടാണ് നമ്മൾ പാലൊഴിക്കുന്നത്. അതൊരു ഇനോക്കുലമാണ്. ഓക്കെ, മൈക്രോ ഓർഗാനിസംസ് സ്യൂട്ടബിൾ എമൗണ്ട് ഉള്ള ഒരു സാധനമാണത്. അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ടാങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൂടെ നമുക്ക് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ നിർമ്മിക്കാമെന്ന് ടെക്സ്റ്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പരീക്ഷിക്കുന്നു അങ്ങനെ ഒന്ന് ചോദിച്ചു കണ്ടിരുന്ന ക്വസ്റ്റ്യൻ ഒന്നല്ല, ബൈ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം അതിനോടൊപ്പം തന്നെ ഗംഗ ആക്ഷൻ പ്ലാൻ, യമുന ആക്ഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2 മെഗാ പ്രോജക്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കൂടുതലൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇത് എന്തൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കാം.
പിന്നെ അവസാനത്തെ ചാപ്റ്ററാണ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ആക്ച്വലി ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ അതിന്റെ കൺസർവേഷനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് കൺസർവേഷൻ ഉണ്ട്, ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് ഓർഗാനിസം ഇൻ ഇറ്റ്സ് ഓൺ ഹാബിറ്റാറ്റ് എന്നാണ്. ഇൻസിറ്റു അതിന്റെ സ്വന്തം കാലാവസ്ഥയിൽ തന്നെ അതിനെ വളർത്തുന്ന, അതിനെ കൺസർവ് ചെയ്യുന്നതിന് പറയുന്നവരാണ്. ഇപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇപ്പൊ അല്ലെങ്കിൽ തന്നെ ബയോസ്ഫിയർ റിസർവ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ അതിന്റെ ഹാബിറ്റാറ്റിൽ തന്നെയാണ് കിടന്ന് വളരുന്നത്. അപ്പൊ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ഇതൊക്കെ തന്നെയാണ്. വൈൽഡ് ലൈഫ് ഈ ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും എല്ലാം അതിന് എക്സാമ്പിൾ വരുന്നതാണ്, അതിന്റെ സ്വന്തം ഹാബിറ്റാറ്റിൽ തന്നെ വളരുന്നത്. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഓർഗാനിസം, ആ ഒരു ജീവിയെ നമ്മൾ കൺസർവ് ചെയ്യുന്നു എങ്ങനെ, അതിന്റെ പുറത്തുള്ള ഹാബിറ്റാറ്റിൽ വെച്ചിട്ട്. മീൻസ് ഇപ്പം ട്രിവാൻഡ്രം സൂവിലേക്ക് പോയി, ട്രിവാൻഡ്രം സൂവിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സ്വന്തം ക്ലൈമറ്റിലാണോ, അതിന്റെ സ്വന്തം ഹാബിറ്റാറ്റിലാണോ അവിടുത്തെ ജീവജാലങ്ങൾ ഇട്ടേക്കുന്നത്? അല്ല, അതിനെ പിടിച്ച് കൂട്ടിലിട്ടേക്കാണ്. സിംഹത്തെ പുലിയെല്ലാം അവിടെ കൂട്ടിലടച്ച് വെച്ചേക്കാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്യൂട്ടബിൾ ക്ലൈമറ്റ്, അതിന് വേണ്ടുന്ന ഫുഡൊക്കെ കൊടുത്തിട്ട് അതിനെ അവിടെ വളർത്തിയേക്കുവാണ്. അപ്പം അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറമെ അതിന്റെ ഹാബിറ്റാറ്റിന് പുറത്ത് കൊണ്ടുവച്ച് വളർത്തുന്നതിന് പറയുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ, കൺസർവേഷൻ ഓഫ് ഓർഗാനിസംസ് അതർ ദാൻ ഇറ്റ്സ് ആക്ച്വൽ എൻവയോൺമെന്റ് ഈസ് കോൾഡ് എക്സിറ്റു കൺസർവേഷൻ. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുവോളജിക്കൽ പാർക്കും ബൊട്ടാണിക്കൽ ഗാർഡനും ഒക്കെ നമുക്ക് നൈസായിട്ട് എക്സാമ്പിൾ പറഞ്ഞ് തള്ളാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി റേഞ്ച് ഒക്കെ അറിഞ്ഞിരിക്കുക. നമ്മുടെ സ്പീഷീസ് റിച്ച്നെസ് എന്തൊക്കെയാണ്, നമ്മുടെ ലങ്സ് ഓഫ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ആമസോൺ ഫോറസ്റ്റിനെയാണ്. അങ്ങനെയുള്ള കാര്യം, ഇങ്ങനെയുള്ള ജനറൽ നോളജ് കുറച്ച് അറിഞ്ഞിരിക്കുക. വേൾഡ് വൈഡ് 34 ബയോസ്ഫിയർ ഹോട്ട്സ്പോട്ടുകളുണ്ട്. എന്താണ് ഹോട്ട്സ്പോട്ട് എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച ആവാസ വ്യവസ്ഥയുള്ള ഒരു എൻഡമിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ എന്നൊക്കെ പറയും. എന്താണ് എൻഡമിസം എന്നൊരു വാക്ക് ചോദിച്ചാൽ ഒരു പർട്ടിക്കുലർ ഓർഗാനിസം ലോകത്ത് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ മാത്രമേ കാണപ്പെടുത്തുള്ളൂ എങ്കിൽ അതിനെ ഒരു എൻഡമിക് സ്പീഷീസ് എന്ന് വിളിക്കും. എക്സാമ്പിൾ നമുക്ക് നമ്മുടെ കൊല്ലം ജില്ലയിൽ പറയാനാണെങ്കിൽ തന്നെ ചെന്തുരുണി വൈൽഡ് ലൈഫ് ചെന്തുരുണി ഫോറസ്റ്റ് ഉണ്ട്, ചെന്തുരുണി സാങ്ച്വറി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ചെന്തുരുണി എന്ന് പറയുന്നത് ഗ്ലൂട്ടാ ട്രാവൻകോറിക്ക എന്ന് പറയുന്ന ഇതിലറിയപ്പെടുന്നത്. കാരണം ട്രാവൻകോർ എന്ന പേരിൽ നിന്ന് സയന്റിഫിക് നെയിമാണ്. ഇപ്പം ഗ്ലൂട്ടാ ട്രാവൻകോറിക്ക ചെന്തുരുണി ട്രീ എന്ന് പറയുന്ന ഐറ്റം കൊല്ലം ജില്ലയിലെ തെന്മല ഭാഗത്ത് മാത്രമേ വേൾഡ് വൈഡ് കാണത്തുള്ളൂ. അതുപോലെ തന്നെ കൺസിഡർ ചെയ്യപ്പെടുന്ന അനദർ എൻഡമിക് സ്പീഷീസ് ആണ് ഒരു നീലഗിരി താർ എന്ന് പറയുന്ന വരയാട് എവിടെ, ഇരവികുളം നാഷണൽ പാർക്ക്, മൂന്നാറിൽ അടുത്തുള്ള നാഷണൽ പാർക്ക്. അപ്പൊ മൂന്നാറിൽ പോവുകയാണെങ്കിൽ ആനമുടി, കേരളത്തിലെ ഏറ്റവും ഹൈ പീക്ക് ആനമുടിയിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് നീലഗിരി വരയാടിനെ കാണാൻ പറ്റും. അതൊരു എൻഡമിക് സ്പീഷീസ് ആണ്, നമ്മുടെ നാട്ടിൽ മാത്രമേ കാണപ്പെടുത്തുള്ളൂ. അതുപോലെ ഒരെണ്ണമാണ് ലയൺ ടെയിൽഡ് മങ്കി, സിംഹവാലൻ കുരങ്ങ്. നമ്മുടെ വെസ്റ്റേൺ ഗാട്സിന്റെ തന്നെ ഏറ്റവും അടിപൊളി ഒരു എക്സാമ്പിൾ, ഒരു എൻഡമിക് സ്പീഷീസ് ആണ് സിംഹവാലൻ കുരങ്ങ്, ലയൺ ടെയിൽഡ് മങ്കി. നമ്മുടെ നാട്ടിലല്ലാതെ വേറെ ഒരിടത്തും കാണപ്പെടത്തില്ല. അപ്പം അതിന്റെ ഒരു സയന്റിഫിക് നെയിം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മെക്കാക്ക സൈലനിസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. സൈലനിസ് മീൻസ് സൈലന്റ് വാലി, അങ്ങനെയൊക്കെ റിലേറ്റഡ് അല്ല, നമുക്ക് അങ്ങനെ ഗസ് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ലയൺ ടെയിൽഡ് മങ്കി. അപ്പൊ അതൊക്കെ എൻഡമിക് സ്പീഷീസ് ആണ്. ഇനി ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി എൻറിച്ച്ഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പറയുന്നവരാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഒന്ന് ഹിമാലയാണ്, ഒന്ന് ഇൻഡോ ബർമയാണ്, മൂന്നാമത്തത് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് ആൻഡ് ശ്രീലങ്കയാണ്. വെസ്റ്റേൺ ഗഡ്സ് ഇപ്പൊ 3 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഇന്ത്യയിലുണ്ട്. ഇനി അത് വേൾഡ് വൈഡ് എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഉണ്ടെന്ന് വെച്ചാൽ അത് 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ വേൾഡ് വൈഡ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ആ ചാപ്റ്ററിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് ഓൾറെഡി എല്ലാം മനസ്സിലാക്കി കിട്ടും. അപ്പൊ ഇത്രയും ഒരു കാര്യങ്ങൾ ജസ്റ്റ് കവർ ചെയ്യുകയാണെങ്കിൽ സുവോളജിയിൽ ആൾമോസ്റ്റ് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. എനിവേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം നല്ല ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യുമ്പോൾ എല്ലാവരും കമന്റ് നോക്കണം, അപ്പം നമുക്ക് മെൻഷൻ ചെയ്തിടാം. എനിവേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മാക്സിമം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.